ഒടുവിൽ ആ കേസിന്റെ ഒരു ക്ലൈമാക്സിലേക്ക്, അതായത് ഈ കേസിന്റെ ഒന്നാം ഭാഗം അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. 3:30 വിധി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ആരാണ് യഥാർത്ഥ വില്ലൻ എന്നൊരു ചോദ്യം ഇവിടെ ബാക്കിയാണ്. രണ്ടാം ഭാഗം, അതായത് നാളെ മുതൽ അത് തുടങ്ങുകയാണ്. അഡ്വക്കേറ്റ് TV മിനി സൂചിപ്പിച്ചതുപോലെ നാളെ മുതൽ അതിജീവിതയുടെ ഭാഗത്തുനിന്ന് പോരാട്ടമുണ്ടാകാം. കാരണം പൂർണ്ണമായും നീതി കിട്ടിയില്ല. കാരണം അവിടെ വില്ലൻ അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതാരാണെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കാരണം ഒരു കൊട്ടേഷൻ ഉണ്ടാകാം, ഒരു ഗൂഢാലോചന ഉണ്ടാകാം, പക്ഷെ അതാരാണെന്ന് തെളിയിക്കപ്പെടണം. ഇന്ന് ഈ വിധിപ്പകർപ്പ് പുറത്തു വന്നാൽ മാത്രമേ വ്യക്തമാകൂ എന്തുകൊണ്ടാണ് ദിലീപ് ഈ കേസിൽ നിന്നും ദിലീപിനെ ഒഴിവാക്കിയത്. എവിടെയാണ് ഈ അതിജീവിതയ്ക്ക് നീതി നിഷേധമുണ്ടായത് എന്നു മുതൽ, അതായത് ഇതിന് ശേഷം വ്യക്തമാകണം. കാരണം അറിയണം, പൊതുസമൂഹത്തിന് അറിയണം എന്താണ് ഈ കേസിൽ സംഭവിച്ചതെന്നല്ലേ. തീർച്ചയായും ടോം, കാരണം ഈ കേസ് ഇപ്പോൾ ഇന്ന് അവസാനിക്കും. നമ്മൾ തുടക്കത്തിൽ രാവിലെ പറഞ്ഞതുപോലെ ഇത് ഒന്നാം ഭാഗം ഇന്ന് അവസാനിക്കുകയാണ്. ഇനി രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അതിൽ കൃത്യമായും തന്നെ അതിലേക്ക് കടക്കുമ്പോൾ ഏവർക്കും അറിയേണ്ടത് ഇത് ആരാണ് ചെയ്യിച്ചത്, എന്തിനാണ്, എങ്ങനെയാണ് എന്നതെല്ലാം തന്നെയാണ് അറിയേണ്ടത്. അതിൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് വ്യക്തമാക്കേണ്ടത്. ഒന്ന്, ഇത് ആരുടെ ഗൂഢാലോചനയാണ് എന്നത് സംബന്ധിയായ കാര്യങ്ങളിലേക്ക് എന്തെങ്കിലും സൂചനകൾ ഈ വിധിന്യായത്തിലുണ്ടോ, എന്താണ് കണ്ടെത്തലായി പറയുന്നത്. കാരണം 120B കുറ്റകരമായൊരു ഗൂഢാലോചന കുറ്റം ചുമത്തിയിട്ടുണ്ട്. എങ്കിൽ അത് ആരുടേതാണ്? ഇവർ മാത്രം, ഈ 6 പ്രതികളും ചേർന്ന് മാത്രം തയ്യാറാക്കി അത് മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു എന്നതാണോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമാണോ? എന്താണ് സൂചനകളുള്ളത്? പ്രത്യേകിച്ച് 7 മുതൽ ഇപ്പുറത്തേക്കുള്ള പ്രതികൾ അവർ ഒഴിവാക്കപ്പെട്ടു. അതിന്റെ സാങ്കത്യം എന്താണ്? എന്തുകൊണ്ട് അവർ ഒഴിവാക്കപ്പെട്ടു? വലിയ രീതിയിൽ വിവാദമായ പ്രമാദമായ ഒരു കേസിലെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയായിരുന്നു. അപ്പോൾ അവരെ ഈ കേസിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് അവർക്കെതിരെ തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കപ്പെടുമ്പോൾ ആരാണ് പരാജയപ്പെട്ടത്? പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടോ? തെളിവുകൾ കണ്ടെത്തുന്നതിൽ അന്വേഷണ സംഘം പരാജയപ്പെട്ടോ? ഇത് കൃത്യമായി അവതരിപ്പിക്കുന്നതിൽ ഇവരുടെ ഒരു നിയമ സംവിധാനങ്ങൾ, പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും എല്ലാം തന്നെ ചേരുന്ന ഈ നിയമ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു. കാരണം ഇതിൽ IOA ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായ DYSP ബൈജു പൗലോസിനെ വിസ്തരിച്ചത് നീണ്ട ദിവസങ്ങളാണ്, വളരെയധികം ദിവസങ്ങളാണ് പ്രതിഭാഗം ക്രോസിലേക്ക് പോയത്. കാരണം അത്രയധികം നമ്മൾ ഒരു കേസിലും ഈ രീതിയിലേക്ക് പോകില്ല. കാരണം ഏറ്റവും അവസാനത്തെ നാളുകൾ എന്ന് പറയുന്നത് മാസങ്ങളെടുത്തു എന്ന് തന്നെയാണ് എനിക്ക് ഓർമ്മയിലുള്ളത്. കാരണം കുറച്ച് നാളുകളെടുത്ത് തന്നെയാണ് ഇതിൽ ഈ വിചാരണ ഇത്രയും നീണ്ടുപോകുന്നത്. 100 ദിവസത്തിലധികം ബൈജു പൗലോസിനെ വിസ്തരിച്ചിട്ടുണ്ട് ഈ കേസിൽ. അതെ, അത്രയും നാളുകൾ എടുത്തിട്ടുണ്ട്. വിസ്താരം അത്രയും നീണ്ടുപോയി എന്നാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ ഇങ്ങനെ ഇഴകേറി അവർ അദ്ദേഹം കണ്ടെത്തിയ തെളിവുകളെ, നിഗമനങ്ങളെ, അദ്ദേഹത്തിന് എത്തിയ സാക്ഷിമൊഴികളെ, മറ്റു പ്രതികളിലേക്ക് ചെന്ന കാര്യങ്ങളെ, അതിനെ ഓരോ അണുവിലും പരിശോധിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന പ്രതികളുടെ അഭിഭാഷകർ മുന്നോട്ട് പോയത്. അവിടെ അതിൽ കൊണ്ടുവന്ന പ്രോസിക്യൂഷൻ തെളിവുകൾ, സാക്ഷികൾ, ഇതെല്ലാം തന്നെ എങ്ങനെയാണ് കോടതി മുറികളിൽ പരാജയപ്പെട്ടത്, അല്ലെങ്കിൽ അത് കോടതിക്ക് ആ തെളിവുകൾ ബോധിക്കാതെ പോയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഒരു പക്ഷേ അത്തരം സൂചനകൾ ഇതിലുണ്ടായേക്കാം. അത് തന്നെയാണ് ഇവർക്കുള്ള ശിക്ഷ എന്നതിനേക്കാൾ എനിക്ക് തോന്നുട്ടോ കാത്തിരിക്കുന്നതെല്ലാവരും എന്തുകൊണ്ട് ദിലീപ് അടക്കമുള്ളവർ ഒഴിവാക്കപ്പെട്ടു, അതിന്റെ കാരണങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള അതറിയാനുള്ളൊരു കൗതുകം എന്നതിനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം അതിനപ്പുറത്തേക്ക് ഉള്ള ഒരു സംഭവമാണ്. കാരണം എന്തുകൊണ്ട് അവർ ഒഴിവാക്കപ്പെട്ടു, ഇതാണ് എല്ലാവർക്കും അറിയേണ്ടത്. അതിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച അഭിഭാഷകരടക്കം ഇത് വരട്ടെ, വിധി വരുമ്പോൾ അതിൽ വ്യക്തമാകും. പിന്നീട് വിധി പകർപ്പ് കിട്ടുമ്പോൾ അതിൽ വ്യക്തമാകും ഇവരെല്ലാം എന്തുകൊണ്ട് ഒഴിവാക്കിയിരിക്കുന്നു, എന്തുകൊണ്ടാണ് അവരിതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടത്. ഇതെല്ലാം അറിയാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതാണ് കാരണം ഇവിടെ ദിലീപിനെ അനുകൂലിക്കുന്നവർ പറയുന്നുണ്ട്, ദിലീപിനെ കഴിഞ്ഞ 7-8 വർഷക്കാലത്തോളം വേട്ടയാടി, അത് മാധ്യമങ്ങൾ വേട്ടയാടി, ഇവിടുത്തെ പോലീസ് വേട്ടയാടി എന്നൊക്കെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ കഴിഞ്ഞ 8-ാം തീയതി അന്ന് ഈ കോടതി സമുച്ചയത്തിൽ നിന്നും ദിലീപ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ വളരെ നാടകീയമായ ഒരു സിനിമാ സ്റ്റൈലിലുള്ള കാഴ്ചയായിരുന്നു. പുറത്തിറങ്ങി വന്ന് ദിലീപ് ആദ്യം വിരൽ ചൂണ്ടിയത് ദിലീപിന്റെ ആദ്യ ഭാര്യ മഞ്ജു വാര്യലിലേക്കാണ്. കാരണം ഇതിലൊരു കുറ്റകരമായ ഗൂഢാലോചന ഈ കേസിൽ ഉണ്ടായി എന്ന് ഫെബ്രുവരി മാസത്തിൽ തന്നെ, അതായത് ഈ സംഭവം നടന്ന് ഈ നടിയെ ആക്രമിച്ച ദിവസങ്ങൾക്കുള്ളിൽ എറണാകുളം ദർബാർ ഗ്രൗണ്ടിൽ നടന്ന
ഈ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന സമ്മേളനത്തിൽ മഞ്ജു വാര്യർ ഉന്നയിച്ച ആരോപണമായിരുന്നു ഗൂഢാലോചന, കുറ്റകരമായ ഗൂഢാലോചന. അതിനുശേഷമാണ് ദിലീപ് ഈ ചിത്രത്തിലേക്ക് വരുന്നത്, ദിലീപിലേക്ക് സംശയം മുന നീളുന്നത്, ദിലീപ് അന്വേഷണത്തിന്റെ പരിധി വരുന്നു. പക്ഷെ അതിനുശേഷം ജൂൺ മാസത്തോടു കൂടിയാണ് ദിലീപിനെ ചോദ്യം ചെയ്യുന്നതും. ജൂലൈ 10-ാം തീയതിയാണ്, എൻ്റെ ഓർമ്മ ശരിയാണ്, ജൂലൈ 10-ാം തീയതിയാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത്. 85 ദിവസത്തോളം ദിലീപ് ജയിലിൽ കടന്നു. പക്ഷെ പുറത്തിറങ്ങി വന്ന ദിലീപ് പറയുന്നുണ്ട്, മഞ്ജുവിന്റെ ആ പ്രസ്താവനയിൽ നിന്ന് അന്ന് തുടങ്ങിയതാണ് തനിക്കെതിരായിട്ടുള്ള വേട്ടയാടൽ. അതിനുശേഷം ദിലീപ് ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് നിയമ പോരാട്ടം. ദിലീപ് ഇനി നിയമ പോരാട്ടം, ആരാണ് ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തിയതെന്ന് അറിയാൻ വേണ്ടിയുള്ള നിയമ പോരാട്ടം നടത്തുമെന്ന്. മറുവശത്ത് അതിജീവിതയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഈ കേസിന്, ഈ വിധിക്കെതിരെ അപ്പീൽ നൽകാൻ പോകുന്നു. ഇനിയും കുറെ നാളുകൾ നീളുന്ന ഒരു നിയമ പോരാട്ടം ഉണ്ടാകും അല്ലേ? തീർച്ചയായും ഉണ്ടാകും. കാരണം ഇതിൽ ഇപ്പോൾ നമ്മൾ എല്ലാവരും നോക്കുന്നത് ഇനി ദിലീപ് ഈ കേസിൽ ഒരു ഗൂഢാലോചന, കാരണം താൻ ഇരയാണെന്ന് ദിലീപ് പറയുന്നു. കാരണം ഈ കോടതി വിധി കേട്ട് പുറത്തേക്ക് വന്ന നിമിഷങ്ങൾക്കുള്ളിലുള്ള ദിലീപിന്റെ പ്രതികരണം തന്നെ വളരെ കരുതലോടുകൂടിയുള്ളതായിരുന്നു. വളരെ കൃത്യമായ ഒരു ഡയറക്ഷൻ അതിലുണ്ടായിരുന്നു. ആരിലേക്കാണ് ഇനി പോകുന്നത്, സംശയങ്ങൾ, അങ്ങനെ കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്ത ഒരു പ്രസ്താവനകൾ തന്നെയായിരുന്നു. ഒരു വാക്കും വെറുതെ ആയിരുന്നില്ല പറഞ്ഞത്. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവുകയും ചെയ്യുന്നു. ഇത്രയും നാൾ നീണ്ട മൗനത്തിന് ശേഷം, കാരണം പലതവണ നമ്മൾ ഈ കോടതി മുറികളിലും അല്ലാതെയും ദിലീപിന് നേരെ മയക്കുന്നതിലും ഒന്നും പ്രതികരിച്ചിരുന്നില്ല. അന്ന് ദിലീപ് പറഞ്ഞു, ഇനി ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു. ഇത്രയും നാൾ നിങ്ങൾ ചോദിച്ചില്ല, ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞു. കൃത്യമായി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഈ കാര്യങ്ങൾക്ക് പിറകെ ദിലീപും കോടതിയെ സമീപിക്കുക എന്നതാണ്. കാരണം തനിക്കെതിരെയാണ് ആസൂത്രിതമായ നീക്കങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരേണ്ടതുണ്ട്. കാരണം കോടതി ഒരാളെ വെറുതെ ഈ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുന്നു എന്ന് പറയുമ്പോൾ കോടതി വിധി തന്നെയാണ് അന്തിമം എന്തുവന്നാലും. അപ്പോൾ അങ്ങനെയെങ്കിൽ അത് സമൂഹത്തെ കൂടി ഇനി കുറച്ചുകൂടി കടന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഇപ്പോൾ ദിലീപ് ഒരുപക്ഷെ എന്തെങ്കിലും ആവശ്യവും അന്വേഷണമോ കോടതിയെ സമീപിക്കുമോ, അത്തരം കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. സ്വാഭാവികമായും ഈ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാർ അപ്പീൽ പോകുന്നുണ്ട്. അതിജീവിതയും അപ്പീൽ പോകാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇനിയുള്ള നാളുകൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് എഡിഷൻ ആയിരിക്കും. കാരണം ഇനിയിപ്പോൾ ആ രീതിയിലുള്ള ഒരു നിയമ പോരാട്ടങ്ങളുടെ വഴിയിലേക്ക് ഇത് തിരിയുകയും ചെയ്യും. ഹൈക്കോടതി, അതിന് മേൽക്കോടതിയിലേക്കെല്ലാം തന്നെ പോകുമോ, അതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും അനുകൂലമായൊരു വിധി കീഴ്ക്കോടതിയിൽ നിന്ന് ദിലീപ് അടക്കമുള്ളവർക്ക് ലഭിച്ചിരിക്കുന്നു. ഇവർക്ക് ശിക്ഷ സംബന്ധിയായ കാര്യങ്ങളിൽ അല്പസമയത്തിനകം പ്രതികൾക്ക് 6 പ്രതികളുടെ ശിക്ഷ വിധിക്കും. അപ്പോൾ ഇനിയുള്ള നടപടികൾ ഒരു തുടർച്ചയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തം. അതാണ് ശ്രീജ, ഡാനി സൂചിപ്പിക്കുന്നത് പോലെ ഈ നടിയാക്രമണ കേസിന്റെ 1-ാം ഭാഗം ഇന്നിവിടെ അവസാനിക്കുകയാണ്. അതിന്റെ ക്ലൈമാക്സ് ആണ്. പക്ഷെ നാളെ 2-ാം ഭാഗം തുടങ്ങും. പ്രോസിക്യൂഷന്റെ അപ്പീലുണ്ട്. അതിജീവിത വീണ്ടും നീതിക്ക് വേണ്ടി പോരാടും. യഥാർത്ഥ വില്ലൻ ആരാണെന്ന് കണ്ടെത്തണം. മറുവശത്ത് ദിലീപും നിയമപരമായി മുന്നോട്ട് പോകും. വിശദമായ വിവരങ്ങളാണ് ടോം കുര്യാക്കോസും ഒപ്പം ഡാനി പോളും നൽകിയത്. 3:30 ഇപ്പോൾ സമയം 1:40 3:30 വരെയുള്ള സമയത്തിന്റെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. കേരളം കാത്തിരിക്കുന്ന ആ വിധിന്യായം അറിയാനായി.